ഹലോ ഗായ്സ്, ഈ ഏണിയും പിടിച്ചുകൊണ്ട് ക്യൂട്ട്നെസ് ഇട്ടുകൊണ്ട് വരുന്നതിനാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ വയറെല്ലാം ഒന്ന് പിടിച്ച് ഒതുക്കി കെട്ടണം. എൻ്റെ കെട്ടലിൻ്റെ കൂടെ കണ്ട് തന്നെ ആദ്യത്തെ കയറി തന്നെ പൊട്ടി. ഇത് നോക്കിയ ഗായ്സ്, ഇത്ര സ്വാലികത്തായിട്ട് ആരെങ്കിലും കിട്ടുമോ? അതങ്ങോട്ട് തീർത്ത പാട് അടുത്ത പണി വന്നു. ഇതാ അനിയന്തേ തുടങ്ങിയിട്ടുണ്ട്. ആ കാടും പടലും എല്ലാം തെളിച്ചപ്പോഴത്തേന് ഇതേ ഇങ്ങനെ കണ്ടോ, എന്തൊരു മഞ്ച്. അതിനിടയിലാണ് ഇതേ ഇങ്ങനെ ഒരു സാധനത്തിനെ കാണുന്നത്. അങ്ങനെ ആ സാധനത്തിനെ തല്ലിക്കൊന്നിട്ട് നമ്മൾ അടുത്ത പണിയിലേക്ക് പോയി. ഒരു മുടി കപ്പ ഉണ്ടായിരുന്നു, അതും പറിച്ചത് നാളത്തേക്കുള്ള. ഈ വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല, ചുമ്മാ പട്ടി ഷോ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടെല്ലാം തുണിയെല്ലാം കഴുകി വന്നപ്പോഴത്തേന് ആ കറക്റ്റ് സമയത്തിന് സൂര്യനും. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല അടാറായിട്ട് പോത്തുപോലെ കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ചേട്ടൻ വിളിക്കുന്നത് സർവീസ് സെൻറ്ററിൽ പോയി ചേട്ടൻ്റെ വണ്ടി എടുക്കാനായിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ വണ്ടി എടുത്ത് വിട്ടു. പിന്നെ ചേട്ടനെ അവിടെ വീട്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് കൂട്ടാൻ്റെ വീട്ടിലെ പൂച്ചയാണ്. നിങ്ങൾ പറ, മനുഷ്യനുണ്ടോ ഇത്ര വൃത്തി? അങ്ങനെ ഇരുന്നപ്പോഴാണ് അവൻ പറയുന്നത് അവൻ്റെ ഒരു ഷർട്ട് എൻ്റെ കയ്യിലാണ്. സത്യത എന്തെന്നാൽ ഇതിൻ്റെ മുക്കാലും എൻ്റേതല്ലാത്ത ഷർട്ടാണ്, ഫ്രണ്ട്സിൻ്റെ ഒക്കെയാണ്. അങ്ങനെ അവൻ്റെ ഷർട്ട് ഞാൻ കണ്ടുപിടിച്ച്, ഈ കാക്കി കളർ. അങ്ങനെ അവനെ കൂട്ടി അടുത്തവൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അവൻ്റെ മാമൻ്റെ മുൻപ് ഈ കുരുപ്പ് വലിഞ്ഞേറണണ്ട വളർന്നു വരുന്ന സ്പൈഡർമാനാണെന്ന വിചാരം. അവനാണെങ്കിൽ എൻ്റെ ഫോണിൽ നോക്കിയപ്പോഴത്തേനും അവനെ തന്നെ കണ്ട് അവൻ പേടിച്ചു പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം, അമ്മേനെ കൊണ്ടൊന്ന് അമ്മ വീട്ടിൽ പോകണമെന്ന്. അങ്ങനെ തൊള്ള നിറച്ച് പെട്രോൾ അടിച്ച് 100 രൂപയ്ക്കൊന്നും നോക്കിയില്ല. അങ്ങനെ നൈസായിട്ട് ഒരു വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേനും അമ്മ ഉപദേശം തുടങ്ങി, റോഡിൽ നോക്കി വണ്ടി ഓടിക്കടാന്ന്. നമ്മുടെ കയ്യിൽ കുറച്ച് കൊട്ടപ്പാക്കുണ്ടായിരുന്നു, അതൊന്ന് കൊണ്ടുപോയി വിൽക്കണം. അങ്ങനെ ആക്കിയിട്ട് 200 രൂപയ്ക്ക് പിള്ളേർക്ക് ശകലം ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് ദാ മുണുങ്ങണണ്ട. എന്തൊരു സന്തോഷം. ഇവളാണ് എൻ്റെ മാമൻ്റെ കുരുപ്പ്, രണ്ടാമത്തേത്. എന്താ സ്വാലികത്തായ കൊച്ചില്ലേ. ആളെ കാണാൻ ചെറുതൊക്കെ ആണെങ്കിലും നാക്കിന് നീളം ഒരു 1.5 നീളമാണ്. ഇവനൊരു 1.5 തള്ളി, പക്ഷെ നമ്മൾ പൊക്കി. ചില്ലറ തള്ളൊന്നുമല്ല, തള്ളിയായി ഇന്നെ മേടിച്ചിട്ട് എഞ്ചിൻ പുറത്തു പോയെന്ന്. അങ്ങനെ ഒരാഴ്ചയായിട്ട് കാണാതിരുന്നൊരുത്തന്നെ പൊക്കാനായിട്ട് നമ്മൾ പോയി. ഇവനാണ് ആശാൻ, ചത്തോ ജീവിച്ചോന്നറിയണ്ടേ. അങ്ങനെ അവനെ കൂട്ടി രാത്രി ചായ കുടിക്കാൻ ഇറങ്ങി. ഈ തണുപ്പുള്ള നട്ട പാതിരാത്രിക്ക് ഈ സ്ലീവ്ലെസ് ഇട്ട് തന്നെ ഇവനെ കൊണ്ടേ പറ്റും. അങ്ങനെ അവിടെ നിന്നൊരു ചായയൊക്കെ ഓർഡർ ചെയ്ത് മലബാർ റോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ മേടിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായ വന്നു. അപ്പോൾ വേടൻ പിന്നെ അടുത്ത റോള്. അങ്ങനെ എല്ലാവരും വീട്ടിലാക്കി തിരിച്ചു വന്നപ്പോഴത്തേന് എനിക്ക് രാത്രി ആയപ്പോഴത്തേന് പിന്നെയും വിശന്ന്. അങ്ങനെ നോക്കിയപ്പോഴത്തേന് ബിസ്ക്കറ്റൊക്കെ ഉണ്ട്, അതെല്ലാം മുണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടാറ്റ ബൈ ബൈ.